ലോക റേഡിയോ ദിനാചരണം ചിറ്റൂരിൽ നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഘടകവും ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത്. ജില്ലാതല ഉദ്ഘാടനം ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞത് റേഡിയോ ഉണ്ടായതിന് നമുക്ക് കുറച്ചുകൂടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ആദ്യം ഈ ടിവിയും മൊബൈലും എല്ലാം നമുക്ക് പോകും. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഡിയോ ആണ് ഒരു ആശ്രയം. അപ്പൊ നമുക്ക് കേരളം പോലുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് റേഡിയോയുടെ പ്രസക്തി പണ്ടത്തെക്കാൾ കൂടുതലാണെന്നുള്ള അഭിപ്രായക്കാരാണ്. റേഡിയോയുടെ പ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വീടുകളിൽ റേഡിയോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് നമുക്ക് ഉപയോഗിച്ച് ശീലിച്ച് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ അപകടാവസ്ഥ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിവരങ്ങൾ കൈമാറി നമുക്ക് ലഭിക്കാൻ, വാർത്തകൾ ലഭിക്കാൻ, നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാൻ റേഡിയോ ഉണ്ടാവുള്ളൂ. എന്തൊക്കെ ആധുനിക സൗകര്യങ്ങൾ വന്നാലും ഇതെല്ലാം ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇലക്ട്രിസിറ്റി ആദ്യം കട്ടാവും. അത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ മൊബൈൽ ടവറുകൾ കട്ടാവും. ഇപ്പം തന്നെ എല്ലാം ഉണ്ടായിട്ട് തന്നെ മൊബൈൽ ടവറുകൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നെറ്റ്വർക്ക് ആകെ തകരാറിലായ എല്ലാം ബാധിക്കാം. സർക്കാരിന്റെ സേവനം വരെ ബാധിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റേഡിയോയുടെ പ്രസക്തി കാലത്തിനനുസരിച്ച് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ റേഡിയോയുടെ പ്രസക്തി മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും റേഡിയോ ഉപയോഗിക്കാൻ വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് പറയണം. റേഡിയോ ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ, നമുക്ക് ഒരു അപകട സ്ഥിതി വരുമ്പോൾ മറ്റെല്ലാ കമ്മ്യൂണിക്കേഷനും കട്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ റേഡിയോ ഉണ്ടാവുള്ളൂ. സൗജന്യ റേഡിയോ വിതരണവും നടത്തി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദിനാചരണത്തിൽ PTA പ്രസിഡന്റ് K. ഷീജ അധ്യക്ഷയായി. NS ഹരിശങ്കർ റേഡിയോ സാങ്കേതികവിദ്യ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ S. ബിന്ദു, MS സുധ, VN ചന്ദ്രമോഹൻ, പ്രധാന അധ്യാപിക M. രമാദേവി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.